ഹലോ ഗൈസ്, ഇന്നൊരു മിനി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതാ ആ മുഖത്ത് കണ്ട സന്തോഷം ഉണ്ടല്ലോ, സാലറി കിട്ടിയതിൻ്റെ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് ഷോപ്പിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ താമസിക്കുന്നതിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഭയങ്കര കത്തിയടിയാണ്. എനിക്ക് വേറെ ആരും കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സൈലൻ്റായി. പിന്നെ അതെ, നമ്മൾ നടന്നു പോകുമ്പോഴുള്ള വഴികളാണ് കേട്ടോ അതൊക്കെ. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഏരിയ എന്നാണ് നമ്മൾ പൊതുവെ പറയുക. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റുകളും പാകിസ്ഥാനികളതാണ്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമുക്ക് ചെല്ലേണ്ട ഷോപ്പ് എന്ന് പറയുന്നുണ്ട് ആ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു റോഡ് ക്രോസ് ചെയ്യലാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് നമ്മളിതേ ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നല്ലൊരു സ്മെല്ലിൻ്റെ കാരണം എന്താണെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ പോകുന്ന ഷോപ്പിൻ്റെ പേര് തക്ഫിദാത്ത് എന്നാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാത്രമല്ല, ഫാൻസി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഷൂ, ബാഗ്, ട്രോളി ബാഗ്, പിന്നെ അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അതുപോലെ വലിയ ആൾക്കാരതും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ. ഒരുപാടെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഒന്നാമത് പെരുന്നാളിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറുകളുണ്ട് ഇവിടെ. നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകളും ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കല്ല കേട്ടോ ഡ്രസ്സ് എടുക്കണ്ടേ, നമ്മളെ കൂടെ ഉള്ളതാ മർലിനാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നത്. എന്തായാലും വന്നതല്ല, അപ്പോൾ എല്ലാ സെക്ഷനും ഒന്ന് കവർ ചെയ്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷൻ നോക്കുമ്പോഴും നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ കാണുന്നുണ്ട്. അതാണ് ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപ്പ് കണ്ണ് പെട്ടത്. ഈ മർലിന് ക്യാപ്പ് എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പോൾ പിന്നെ അവളതെടുത്തു. അത് കഴിഞ്ഞ ശേഷം കോഡ് സെറ്റിൻ്റെ സെക്ഷനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മോഡലുകളൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെയും വീണ്ടും നടന്നു. ഇതെന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെയാണ് ഞങ്ങളിതാ ഈ ഒരു വെറൈറ്റി ഡ്രസ്സിലേക്ക് വന്നത്. കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ഈശ്വര ഇതൊക്കെ ആരാ വാങ്ങണതെന്നാണ്. നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ഈ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിനൊക്കെ ഇടുന്ന ഡ്രസ്സ് പോലൊക്കെ എനിക്ക് തോന്നി. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ ഡ്രസ്സുകളും സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നെറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകുമെന്ന്. കാരണം ഭയങ്കര തിന്നാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാനിതിങ്ങനെ നോക്കുന്ന കാണുമ്പോൾ നമ്മളവിടെ സെയിൽസ് നിൽക്കുന്നൊരു സ്റ്റാഫ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നമ്മൾ ആദ്യം ഒരു നല്ല ഡ്രസ്സ് ഇട്ട ശേഷം അതിൻ്റെ മേലെ ആയിട്ടാണ് നമ്മൾ ഇടേണ്ടത്, അല്ലാതെ അങ്ങനെയല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അതിശയം എന്ന് പറയുന്നത് അതുകൊണ്ടല്ല കേട്ടോ. ഇത് സൗദിയാണല്ലോ. സൗദി കൺട്രിയിൽ നിന്ന് നമ്മൾ മനസ്സ് വിചാരിക്കുമ്പോൾ ഒന്നുകൂടി സ്ട്രിക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാരൊക്കെ വിചാരം അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഒരു കൗതുകം തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതിന് അധികം പ്രൈസൊന്നുമില്ല, എന്നാലും ചെറിയൊരു എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂടെയുള്ള ആൾ എന്നെ വന്ന് വിളിക്കുന്നത്, നമുക്ക് ഗൗണിൻ്റെ സെക്ഷൻ ഉണ്ട്, അവിടേക്കൊന്ന് പോയാലോ എന്ന്. ഗൗണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഗൗണിൻ്റെ സെക്ഷനിലേക്ക് എത്തി. ഓൾമോസ്റ്റ് എല്ലാം ഹാൻഡ് വർക്കാണ്, പക്ഷെ നല്ല റേറ്റാണ്. ചിലതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നാൽ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ ട്രോളി ബാഗ് നോക്കാൻ പോയി. ആ ട്രോളി ബാഗാണ് ഇതൊക്കെ കേട്ടോ. ഓഫറിൽ വെച്ചിരിക്കുന്ന ട്രോളി ബാഗാണത്. കുഴപ്പമില്ല, പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ അതേ ബാഗും ഹാൻഡ് ബാഗും ഷൂ ഒക്കെയാണ് അതൊക്കെ. പിന്നെ അവൾക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് സ്കാർഫ് വേണമെന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഓൾമോസ്റ്റ് ഇതിന് നല്ല വിലക്കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൽറ്റാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബെൽറ്റ് കാണുന്നത്. വളരെ സിമ്പിളാണ്, നൈസുമാണ്. നമുക്ക് അങ്ങനെയല്ല, വലിയ ബുദ്ധിമുട്ടുകളില്ല ഇത് യൂസ് ചെയ്യുന്നതിന്. ആകെ ഒരു ഇതിൻ്റെ ഒരു എഡ്ജിലൊരു പിന്നെ ഒരു ക്ലിപ്പ് പോലെയുള്ള സംഭവമേ ഉള്ളൂ. അത് യൂസ് ചെയ്താൽ നന്നായിട്ട് നിൽക്കും തോന്നുന്നു. പിന്നെ നമ്മൾ ഒരു ബ്രഷ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. പക്ഷെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കണ്ടല്ലോ. ബ്രഷ് വാങ്ങിക്കാനാണ് വന്നത്, പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ നമ്മളത് ബില്ല് ചെയ്യുന്നൊക്കെയാണ് നിങ്ങൾ കാണുന്നത്.
അടുത്തതായിട്ട് ഒരു ബിരിയാണി ചെമ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന് തൊട്ടടുത്ത ഷോപ്പിൽ തന്നെ നമുക്ക് ബിരിയാണി ചെമ്പ് അങ്ങനെ പാനുകൾ ഒരുപാട് ഐറ്റംസുള്ള കടകളുണ്ട്. അപ്പോൾ ഇതാ കാണുന്ന കട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ നേരെ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്ക് ഈ ട്രോളി ബാഗ് അവിടെ വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ നോക്കിയത് ബിരിയാണി ചെമ്പാണ്. അത്യാവശ്യം നല്ല വലിയ സൈസുകളൊക്കെ ഉണ്ട്, പക്ഷേ മുടിഞ്ഞ വിലയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ബിരിയാണി ചെമ്പും തപ്പി ഇറങ്ങി ഞങ്ങൾ പിന്നെ അവസാനം നോക്കുന്നത് പിന്നെ പാനിലേക്കാണ്. കാരണം എനിക്കൊരു ഫ്രൈ പാൻ വേണ്ടിയിരുന്നു. അപ്പം നമ്മൾ പാനിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കമ്പനീൻ്റെയും എന്ന് വെച്ചാൽ നല്ല നല്ല ഫ്രൈ പാനുകളെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നോൺ സ്റ്റിക്കാണ്. നമുക്ക് നോൺ സ്റ്റിക്കല്ല വേണ്ടത്, സ്റ്റീൽ ഐറ്റമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിതാ ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടോ. ഇവിടെ ഓഫറുണ്ട് 1-2 പക്ഷേ പ്രൈസ് എനിക്ക് മനസ്സിലായില്ല. കാരണം അവിടെയും ഇവിടെയും മാത്രം കൊടുത്തോണ്ട് ഏതാണെന്നൊരു കൺഫ്യൂഷൻ വന്നു. 24 റിയാലിനാണ് ഈ ഒരു സൈസ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ അടുത്തുള്ളൊരു ചേട്ടനെ, ഒരു ബംഗാളി ചേട്ടനെ വിളിച്ചു. മൂപ്പര് എനിക്ക് പറഞ്ഞത് വലുതിന് 24 അല്ല 33 റിയാലും ഈ ചെറുതിനാണ് 24 റിയാലും എന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. എന്തായാലും ഒരെണ്ണം അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ അതെടുത്തു. എന്തായാലും കടയിൽ കയറിയതല്ലേ, അങ്ങനെ അതെടുത്തു. ആദ്യം എടുത്ത വലിയ പാൻ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് ചെറിയ പാൻ എടുത്തു. വേറെ ഒന്നും കൊണ്ടല്ല, അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഞാൻ കരുതി ഞാൻ ഒരാളല്ലേ കുക്കിംഗ് ഉള്ളൂ, അപ്പോൾ പിന്നെ ചെറുത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ചെറുതും എടുത്തു. പിന്നെ ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതൊക്കെ ട്രേകളാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കിത് കാണുമ്പോൾ ഒക്കെ വാങ്ങിക്കാനൊക്കെ തോന്നും, പക്ഷേ വാങ്ങിക്കില്ല. അങ്ങനെ റൂമിലെത്തി. നേരെ റൂമിലെത്തിയ ശേഷം ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ നേരത്തെ കണ്ടതൊക്കെ തന്നെയാണ്. ആകെ 2 സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെങ്കിലും തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യത്തിലേറെ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഷോപ്പിംഗ് കഴിഞ്ഞതാണ്. നമ്മൾ പലചരക്കും പച്ചക്കറിയും മീനും എല്ലാം നമ്മൾ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയാണ്, കാണുന്നതൊക്കെ വാങ്ങിക്കൂട്ടും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടേ. അങ്ങനെ നമ്മളിതാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച ശേഷം നമ്മൾ പുതിയ പാൻ വാങ്ങിച്ചല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും അങ്ങോട്ട് ഉദ്ഘാടിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അതിലൊരു ഓംലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന്. ഇത് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളിതേ ഓംലേറ്റ് ഉണ്ടാക്കി ചോറും കഴിച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കുക്ക് ചെയ്തപ്പോൾ മനസ്സിലായി പാൻ അത്യാവശ്യം നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. പക്ഷേ ഞാനുണ്ടാക്കിയ ഓംലേറ്റ് കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ പാൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ